ഇന്ന് നമ്മൾ കാല് കുത്താൻ പോകുന്നത് നെക്സസ് മാളിലാണ്. പുറത്തുനിന്ന് കണ്ടിട്ട് ഓക്കെ അല്ലെങ്കിലും പുറംമോടി കണ്ടിട്ട് നമ്മളാലും വിലയിരുത്തരുതെന്നല്ലേ എന്തോ നാക്കൊക്കെ കൊഴിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു. എന്താ ബാ ഒരുമിച്ച് ഉള്ളിൽ കയറി നോക്കിയിട്ട് വരാം. എനിക്കിങ്ങനെ മാള് അങ്ങനെയൊന്നും വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല, പക്ഷെ കൂടെയുള്ളവർക്ക് ഇഷ്ടമാണേലും നമ്മളുടെ വൈബിനത്തെ ആൾക്കാരുണ്ടെങ്കിലും പോകാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. വലിയ രസമായിട്ടൊന്നും തോന്നില്ല, പക്ഷേ ഒരു മാളിന് വേണ്ടിയ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഗെറ്റപ്പും ഉണ്ട്. ഹൈ, ഇത് നമ്മുടെ കാന്തമ്മയല്ലേ? ഇങ്ങോട്ട് മാറി നിൽക്കും മോളെ. ചേച്ചി ബീട്ടിയെ പിടിക്കുന്ന കണ്ടില്ലേ? വെറുതെ ഏട്ടാ ഞാൻ തന്നെ പിടിച്ചോടെ നിർത്തിയതായി. ഇത് അടുത്ത ചേച്ചി പിന്നെ ഇതൊക്കെ നമ്മുടെ കൊട്ടാരത്തിലെ ആൾക്കാരായിരിക്കും അല്ലേ? ഇപ്പോഴത്തെ പിള്ളേരോടാവും പറഞ്ഞുകൊണ്ട് എന്നാൽ മതി, എന്നെ കാലവാരി നിലത്തടിക്കും. എനിക്ക് വരെയൊന്നും പേരൊന്നും അറിയില്ല കേട്ടോ. അറിയാവുന്നവരൊക്കെ കമൻറ്റ് മാടി. അങ്ങനെ ഇവരുടെയൊക്കെ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ സ്റ്റക്കായി നിന്നു. കാന്തമ്മ എന്തോ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ നോക്കണ്ട, വണ്ടി വിട്ടോ ഭയങ്കര വില കേട്ടോ. ഇനി അല്പനേരം ഞങ്ങളുടെ പ്രഹസനമായാലോ? കൈ പിടിച്ച് പോകുന്നു, ഫോട്ടോ എടുക്കുന്നു, നടക്കുന്നു, വരുന്നു, എന്തല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടായോ? ഇനിയിപ്പോൾ കണ്ണി പിടിക്കുന്ന ഈ കിട്ടിയ കടയിലോട്ട് നമുക്ക് കയറാം. അവിടെ കയറി കുറച്ച് നേരം അടുത്ത ഡ്രസ്സൊക്കെ കണ്ട് കുറ്റമൊക്കെ പറഞ്ഞ് ക്ഷേമമൊക്കെ അന്വേഷിച്ച് ഫ്രണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ ഇതുപോലത്തെ കണ്ണാടി എവിടെ കണ്ടാലും വിടാറില്ല. ഒരു 5-6 സെൽഫി വീഡിയോ, അതിനിടയ്ക്കൂടെ ഒരു ഞൊളഞ്ഞ പുഴു. നമ്മുടെ വേറെ ആരുമില്ല, കാന്തമ്മ മാസ്റ്റർ ഷെഫ് ക്യാത്തു. കാന്തമ്മനെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് പിടിച്ചിർത്തിയ വീഡിയോ ആയിരുന്നു. പറ്റിച്ചപ്പോൾ ഒരു സന്തോഷം. വീണ്ടും പറ്റിച്ച് കാന്തമ്മനെ. എന്താ മനസ്സിൻ്റെ ഒരു സുഖം. വീണ്ടും ഇങ്ങനെ പറ്റിച്ചുകൊണ്ടേയിരിക്കണം. അന്നേരം കിട്ടുന്നൊരു സുഖം വേറെയാ അല്ലേ കാന്തമ്മേ? നിങ്ങളെന്താ വിചാരിച്ച് ഞങ്ങളുടെ മിറർ സെൽഫി ഇവിടെ കഴിഞ്ഞു വന്നോ? നെവർ. അതൊന്നും അങ്ങനെ നിൽക്കുന്ന പരിപാടിയല്ല. ഇവിടെ വന്ന് അതിലും ചെയ്യണ്ടായോ? അല്ലേ ബോറടിക്കും. എപ്പോഴും വേറെ പല വീഡിയോസല്ലേ കണ്ടിരിക്കുന്നേ. ഇന്ന് കുറച്ചേരം ഞങ്ങളങ്ങോട്ട് കാണുന്നേ. എന്താണെന്നറിയില്ല, കുട്ടിത്തെ ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്ത പ്രാന്ത. എനിക്കിഷ്ടപ്പെട്ടതിനെ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. വീട്ടുകാരോടാ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ, വാങ്ങി വെക്കണം. വീട്ടുകാരോട് മാത്രമല്ല നിങ്ങളോടും കൂടെ. എന്താ നോക്കണേ? ഇവിടെ വന്നിട്ട് എന്തേലും വാങ്ങാണ്ട് പോകുന്ന മോശമല്ല. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഒരു ഷേക്കും ബെൽജിയം വേഫിൾസൊക്കെ വാങ്ങാമെന്ന്. അതും വാങ്ങിയിട്ട് ഞാനിങ്ങനെ ബോറടിച്ചോടെ നിൽക്കുക. സ്റ്റക്കായി എന്ന് തന്നെ പറയാം. ഇതുവരെയായിട്ട് തന്നില്ല. ആ തൂങ്ങിക്കിടക്കുന്ന 99 എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിച്ചേ. 99 ഒന്നും അല്ല, ഓർത്തെ കള്ളന്മാർ, കള്ളബടുവകൾ. സ്ട്രോ കിട്ടി. സൂപ്പറാണ്. ये मेरा बच्चा, इसको अभी तक मिला नहीं है खाना, इसलिए बच्चा रो रहे. खाना जल्दी दे दो. इसके साथ में अभी भी रोना स्टार्ट करेगा. इसको मिल गया. ये हमको छोड़ के खा रहे हैं. देखो हमारी तरफ देख भी नहीं रहे. देखो ये खुश हो गया. इसको खाना मिल गया. अभी खाना दिखाओ बच्चा. कितना प्यार है. दोनों को खाना मिल गया. देखो खा भी रहे. अभी बहुत खुश हो गए दोनों बच्चा लोग. इश दाद देखो दाद. അപ്പോൾ കം ടു ദ പോയിന്റ്, നമ്മുടെ ചാനൽ മലയാളമായിരുന്നു. അതിനിടയ്ക്ക് എന്തൊക്കെയോ വേറെ ഭാഷയൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ ബോറടിച്ചെന്ന് തോന്നൂലേ? ഞാനിപ്പോൾ അടിച്ചെങ്കിലും സാരില്ല, അങ്ങോട്ട് ക്ഷമിക്കുക. അല്ല പിന്നെ കൊച്ചുകുട്ടിയല്ലേ, എന്താ ഇത് എല്ലാത്തിനും അങ്ങ് കുറ്റം പറയല്ലേ? ഇവിടെ വേറൊന്നും പറയുന്നൊന്നുമില്ല. എനിക്ക് ട്രിപ്പിൾ ചോക്ലേറ്റാണ് ഞാൻ ഓർഡർ ചെയ്ത് കിട്ടിയത്. വേറെ ഇത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ.